ഹലോ, നമസ്കാരം. വെൽക്കം ടു അനദർ എപ്പിസോഡ്. അപ്പോൾ ഈ ആഴ്ച എന്തൊക്കെ സിനിമകളാണുള്ളത്? ഓസ്കറിൻ്റെ ലിസ്റ്റ് അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓസ്കർ സിനിമകൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ്. ചില മിസ് ചെയ്ത സിനിമകളുണ്ട്, ചില സിനിമകൾ തിയേറ്ററിൽ വീണ്ടും വരുന്നുണ്ട്, ചില സിനിമകൾ തിയേറ്ററിൽ ഉള്ളതല്ല നെറ്റ്ഫ്ലിക്സിലും ഒക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കൂടി കണ്ട് തീർക്കണ്ടേ മാർച്ച് 2 മുമ്പേ. ചില സിനിമകളൊക്കെ ഈ ആഴ്ച കണ്ടു. അപ്പോൾ നമുക്ക് ആദ്യത്തെ സിനിമ വെച്ചിട്ട് അങ്ങനെ തുടങ്ങാം. എല്ലാം ഓസ്കർ സിനിമകളല്ല, പക്ഷേ തിയേറ്ററിൽ കണ്ടതും സ്ട്രീമിംഗായി കണ്ടതും ഒക്കെ നോൺ മലയാളം സിനിമകളാണ്. നിങ്ങൾക്കറിയാം, ഞാൻ നോൺ മലയാളം സിനിമകൾ മാത്രമേ ഇടുന്നുള്ളൂ. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, മലയാളം സിനിമകളെക്കുറിച്ച് ധാരാളം ആൾക്കാർ പല ചാനലുകളിൽ പറയുന്നുണ്ട്. ലെറ്റ് us ഫോക്കസ് ഓൺ നോൺ മലയാളം മൂവീസ്. ആദ്യത്തെ സിനിമ ധാരാളം അവാർഡുകൾ കിട്ടാൻ സാധ്യതയുള്ളൊരു സിനിമയാണ് ദി ബ്രൂട്ടലിസ്റ്റ്. ആഡ്രിൻ ബ്രോഡി, പിയാനിസ്റ്റ് ഓർമ്മല്ലേ, അദ്ദേഹത്തിന് ഒരു ഓസ്കർ മുമ്പ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിനയിക്കുന്ന സിനിമയാണ് ദി ബ്രൂട്ടലിസ്റ്റ്. സിനിമയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിക്കിപീഡിയയിൽ ആര് ഡയറക്റ്റ് ചെയ്തു, എന്താ ഏതാ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ദിസ് ഇസ് നോട്ട് എ റിവ്യൂ, ഇറ്റ്സ് ജസ്റ്റ് എൻ ഇൻട്രൊഡക്ഷൻ. ബ്രൂട്ടലിസ്റ്റ് സിനിമ കാണണം എന്നുള്ളൊരു ഉദ്ദേശം എന്തായാലും ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ, ഐ ലൈക്ക് ദ ആക്ടർ. ദ ഓൺലി പ്രോബ്ലം വാസ് ദാറ്റ് 3 hours 40 minutes 45 minutes ഒക്കെയാണ്. അത്ര നേരം തിയേറ്ററിൽ ഇരുന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മൈറ്റ് ബി ഡിഫിക്കൽട്ട് എന്നുള്ളൊരു തോന്നലായിരുന്നു. ബട്ട് ഈവൻ ദെൻ വൈകുന്നേരത്തെ ടിക്കറ്റ് എടുക്കുന്നതിന് പകരം എനിക്ക് ഉറക്കം വരുന്നൊരു സ്വഭാവമുണ്ട്. വൈകുന്നേരം എടുക്കുന്നതിന് പകരം ഐ ടുക്ക് ടിക്കറ്റ് ഫോർ അബൌട്ട് 10 o'clock 11 o'clock in the morning. ആൻഡ് ഒരു ഇൻ്റർമിഷൻ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് സിനിമകൾക്ക് ജനറലി അമേരിക്കയിലൊന്നും ഇൻ്റർമിഷൻ ഇല്ല. പക്ഷേ ഇതിന് എനിക്കത് 4 മണിക്കൂറിൻ്റെ അടുത്തുള്ളത് കൊണ്ടാണ് 2 മണിക്കൂർ കഴിഞ്ഞപ്പം ഒരു ഇൻ്റർമിഷൻ ഉണ്ടായിരുന്നു. ബ്രൂട്ടലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബ്രൂട്ടലിസം ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് കോൺക്രീറ്റ് വെച്ചിട്ട് വളരെ മോണോക്രോമായിട്ട് വെള്ള നിറത്തിലുള്ള ജോമെട്രിക്കൽ രീതിയിൽ ഉണ്ടാക്കുന്ന 1950കളിൽ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് UK ഡെവലപ്പ് ചെയ്ത് വന്നൊരു സംഭവമാണെന്നാണ് ഈ ബ്രൂട്ടലിസം ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. നമ്മൾ ആർക്കിടെക്ചറിനെ പറ്റി വലിയ ധാരണയില്ല, പക്ഷെ എന്നാലും ഈ സിനിമ കാണുന്നതിൻ്റെ ഭാഗമായിട്ടും അത് കഴിഞ്ഞിട്ടുമൊക്കെ അതിനെ പറ്റിയിട്ടൊന്ന് വായിക്കാനും ശ്രമിച്ചു. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് ജൂതവംശജനായിട്ടുള്ള ഒരാൾ അമേരിക്കയിലേക്ക് വരുന്നതാണ്. ആഡ്രിൻ ബ്രോഡിയുടെ ഒരു ആർക്കിടെക്റ്റാണ്. അങ്ങനെ അയാൾ ബുഡാപെസ്റ്റിലാണ് ഉള്ളത്, ഹംഗറിയിൽ. അവിടുന്ന് അയാൾ അമേരിക്കയിൽ വരുന്നു. അമേരിക്കയിൽ അയാളുടെ ഭാര്യ ഹംഗറിയിൽ തന്നെയാണ്, ഭാര്യയും അയാളുടെ നീസും. അങ്ങനെ അയാൾ ഇവിടെ വരുന്നു. ഇവിടെ ഭയങ്കര പൈസക്കാരനായ ഒരാളെ കാണുന്നു. അയാളിൽ കൂടി ഇയാളിവിടെ ഒരു ആർക്കിടെക്ചറൽ വിപ്ലവം നടത്താനുള്ള ശ്രമവും അതിൻ്റെ ഭാഗമായിട്ട് ഇയാൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നു. അയാളുടെ ജീവിതത്തിൻ്റെ കഥയാണ് ശരിക്കും പറഞ്ഞാൽ. അത് ആദ്യം ഞാൻ വിചാരിച്ചത് ഒരു റിയൽ സ്റ്റോറിയാണ് എന്നുള്ളൊരു ധാരണയായിരുന്നു. പക്ഷെ ഇത് റിയൽ സ്റ്റോറി അല്ല. അങ്ങനെ ചില സിനിമകളുണ്ട്, ഇതൊരു ഇറ്റ്സ് എ ഫിക്ഷൻ, ഇറ്റ്സ് എ ഫിക്ഷണലൈസ്ഡ് ഒരു ക്യാരക്ടറാണ്. പക്ഷേ ആ സിനിമയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ടുള്ള അമേരിക്കയിലേക്ക് കുടിയേറി വരുന്ന ജൂതന്മാരുടെ കഥയൊക്കെ ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇത് ശരിക്കുള്ള കഥയാണോ എന്നുള്ളത്. ഇതേമാതിരി തന്നെയാണ് കെയ്റ്റ് ബ്ലാങ്ഷെറ്റിൻ്റെ ടാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടക്ടറെ പറ്റിയിട്ടുള്ളൊരു കഥ ഉണ്ട്. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ മ്യൂസിക് കണ്ടക്ടർ. അതും ഇതേപോലെ തന്നെ ഫിക്ഷനാണ്. പക്ഷേ ധാരാളം ആൾക്കാർ ഇത് റിയൽ സ്റ്റോറി ആണോ എന്നുള്ളത്, നിങ്ങൾ ഗൂഗിളിൽ തന്നെ ദ ബ്രൂട്ടലിസ്റ്റ് റിയൽ സ്റ്റോറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ആൾക്കാർ ഇത് സെർച്ച് ചെയ്യുന്ന മാതിരി തോന്നും. ഫിലിം ഇസ് ലോങ്, ഇറ്റ് ഇസ് സ്ലോ. സോ നിങ്ങൾക്ക് അത്ര ഡീപ്പായിട്ട് അങ്ങനത്തെ സിനിമകൾ കണ്ട് നിൽക്കാൻ അഭിനയത്തിലും അതേപോലെ തന്നെ സ്റ്റോറി ലൈനിലും ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ആക്ഷനും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് പ്രോബ്ലി നോട്ട് ദ റൈറ്റ് മൂവി ഫോർ യു. യു ഹാവ് ടു ബി വെരി ക്ലോസ്ലി അറ്റൻറ്റീവ് ടു ദാറ്റ് മൂവി. കാരണം അതിലെ ഡയലോഗുകൾ, ആ ഡയലോഗുകളുടെ ചില ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സ് ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എനിക്ക് തിയേറ്ററിലായതുകൊണ്ടാണ് 4 മണിക്കൂറിൻ്റെ അടുത്തുള്ളൊരു സിനിമ കാണാൻ പറ്റിയത് കേട്ടോ. എനിക്ക് ഐ ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ഇഫ് ഇറ്റ് ഈസ് ഓൺ എ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം. ബിക്കോസ് ഓഫ് ഡിസ്ട്രാക്ഷൻസ് ഐ വുഡൻറ്റ് ഹാവ് ബീൻ ഏബിൾ ടു എൻജോയ് ദിസ് മൂവി പ്രോപ്പർലി. അപ്പം ദി ബ്രൂട്ടലിസ്റ്റ് ഇപ്രാവശ്യം ആഡ്രിൻ ബ്രോഡിക്ക് കിട്ടുമോ ബെസ്റ്റ് ആക്ടർ അവാർഡ് എന്നുള്ളതാണ്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ ഇൻട്രസ്റ്റിംഗ് മൂവി. വിൽ സീ വാട്ട് ഹാപ്പൻസ് ഇൻ ഓസ്കർ. അടുത്ത സിനിമ ഓസ്കർ
ഇപ്രാവശ്യത്തെ ഓസ്കറിലുള്ള സിനിമയല്ല, ഇത് 2016 ജാപ്പനീസ് സിനിമയാണ്, ആഫ്റ്റർ ദ സ്റ്റോം എന്നുള്ള സിനിമ. ഇതിൻ്റെ ഡയറക്ടർ ഹിരോകാസു കൊറീഡ. ഞാൻ ഈ ഡയറക്ടറെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വലിയൊരു സിനിമ കാണാൻ ഇഷ്ടമാണെന്നല്ലാണ്ട് ഇതിനെ പറ്റിയിട്ട് ആധികാരികമായി മനസ്സിലാക്കുന്നൊരു വ്യക്തിയൊന്നുമല്ല. പക്ഷേ ഇവിടെ ഞാൻ ഏതോ ഒരു സിനിമകളെ പറ്റി പറഞ്ഞപ്പം കൊറീഡൻ്റെ സിനിമ കാണണം എന്ന് എന്നോട് പറഞ്ഞു. അന്ന് കാണാൻ വേണ്ടി എടുത്തു വെച്ച് ഹുലു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ കാണാൻ വേണ്ടി റെഡിയാക്കി വെച്ചതാണ് ആഫ്റ്റർ ദ സ്റ്റോം. ഇതിനു മുമ്പ് ഞാൻ ദ മോൺസ്റ്റർ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കുറച്ചും കൂടെ പുതിയ സിനിമയാണ്. അത് ഞാൻ കണ്ടിരുന്നു. അതിനെ പറ്റിയിട്ട് ഞാൻ ഐ തിങ്ക് ഐ മൈറ്റ് ഹാവ് റിവ്യൂഡ് ഹിയർ, ഐ ഡോണ്ട് റിമെമ്പർ. പക്ഷേ ഈ സിനിമ ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ ഇമോഷണൽ മൂവി. അച്ഛൻ, മകൻ, ഭാര്യ, അച്ഛൻ്റെ അമ്മ, പിന്നെ അച്ഛൻ്റെ സിസ്റ്റർ, ഇങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സാണ് അതിലുള്ളത്. അപ്പം അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവർ ഡിവോഴ്സ്ഡ് ആണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഡിവോഴ്സ്ഡ്, കുട്ടിയുണ്ട്. അപ്പം കുട്ടിയും വൈഫും വേറെ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. അച്ഛൻ ഇടയ്ക്ക് അമ്മയുടെ അടുത്ത് വരും, അച്ഛൻ വേറെ താമസിക്കുന്നത്. അച്ഛൻ ഡിറ്റക്റ്റീവാണ്. പക്ഷെ അച്ഛന് ഗാംബ്ലിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ പൈസ ഇല്ല, അപ്പം അലിമണി കൊടുക്കാൻ പൈസ ഇല്ല. പക്ഷെ എല്ലാവർക്കും കുറേ അവരുടേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് എന്നിരിക്കുമ്പോഴും ആൾക്കാരൊക്കെ വളരെ നല്ല ആൾക്കാരാണ്. അമ്മയ്ക്കാണെങ്കിൽ ഇവരെ രണ്ടാളെയും ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ഇവരെ ഒരുമിച്ച് കൊണ്ടുവരണം എന്നുള്ള താല്പര്യത്തിലൂടെ അമ്മ നോക്കുന്നത്. അങ്ങനെ ദ വൈഫ്, എക്സ് വൈഫ് എന്ന് പറയാം, ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഷീസ് സ്റ്റാർട്ടഡ് ടു മൂവ് ഓൺ വിത്ത് ലൈഫ്. പക്ഷേ ഇയാൾക്ക് അപ്പോഴും, കാരണം ഇയാളുടെ ജീവിതത്തിൻ്റെ കാരണം കൊണ്ടാണ് അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ്. പക്ഷേ ഇയാളുടെ ഗാംബ്ലിംഗ് കാരണം, ഇയാളുടെ സീരിയസ്നെസ് ഇല്ലാത്തതുകൊണ്ട്, ആൻഡ് ഹിസ് പ്രോബ്ലംസ് ഈസ് നോട്ട് ഏബിൾ ടു, ഹി കുഡൻ, അയാൾ വീടല്ലാണ്ട് അവർക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. പക്ഷേ തിരിച്ച് വീണ്ടും ഒരു കുടുംബമായിട്ട് അവർക്ക് ജീവിച്ചുകൂടെ എന്നുള്ള ആഗ്രഹം അയാൾക്കും. എന്നാൽ അയാൾക്ക് ഗാംബ്ലിംഗ് വിടാനായിട്ടുള്ള പറ്റുന്നില്ല, അയാൾക്ക് ആവശ്യത്തിന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പക്ഷേ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവരെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിട്ട്, കുട്ടിക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഇറ്റ്സ് എ വെരി 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 സിമ്പിൾ മൂവി, ബട്ട് ഓൾസോ വെരി ഡീപ്പ് മൂവി. ആൾക്കാരുടെ ഇമോഷൻസിനെ, റിലേഷൻഷിപ്സിനെ, അത് കൊറിഡാൻ്റെ പഴയ ദ അതർ മൂവീസ് ഓൾസോ, മോൺസ്റ്റർ എന്നുള്ള സിനിമ ഞാൻ കണ്ടതും എനിക്ക് ഇതേമാതിരി തന്നെയാണ്. വളരെ ഇൻറ്റൻസ് ആണ്, അതേമാതിരി തന്നെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള സിനിമകളാണ്. നിങ്ങൾക്കത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഐ തിങ്ക് ആഫ്റ്റർ ദ സ്റ്റോം ഇസ് എ ബ്യൂട്ടിഫുൾ മൂവി ദറ്റ് യു ഷുഡ് വാച്ച്. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി അതിൽ പല ആൾക്കാരുമായിട്ട്, എനിക്ക് പരിചയമുള്ളവരായിട്ട്, പ്രത്യേകിച്ച് ദ റിലേഷൻഷിപ്പ് ആൻഡ് ദ കോൺവെർസേഷൻ ദാറ്റ് ദ ഫാദർ ആൻഡ് ഹിസ് മദർ ഹാസ്, അമ്മയും മകനും കൂടിയിട്ടുള്ള സംസാരം, ഐ ഫെൽറ്റ് വെരി വെരി കണക്റ്റഡ്. അതിൽ കുറേ സംസാരങ്ങളൊക്കെ ഈ മകൻ്റെ ജീവിതത്തിലുള്ള വേവലാതിയും കാര്യങ്ങളൊക്കെ അത് കാണുന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ മുകളിലുണ്ടായിരുന്ന ചില വേവലാതി, ഞാൻ ഗാംബിൾ ചെയ്യില്ല എന്നുണ്ടെങ്കിലും നമ്മളും കുറേ ധാരാളം ഇവനൊന്നും ശരിയായി കിട്ടുന്നില്ലല്ലോ എന്നുള്ള ബേജാറൊക്കെ അമ്മയ്ക്ക് ഉണ്ടാവുന്നതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അമ്മയായിട്ടുള്ള ചില കോൺവെർസേഷൻസും കാര്യങ്ങളൊക്കെ. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ മൂവി ആൻഡ് യു ഷുഡ് വാച്ച്. ജാപ്പനീസ് മൂവീസ് കാണുമ്പോൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം, നമുക്കതൊരു ആ കൾച്ചറായിട്ടും ആ ഫിലിമിൽ ദ വേ ഇമോഷൻസ് ആൻഡ് ദ വേ സ്റ്റോറീസ് ആർ ടോൾഡ് നമുക്ക് ഭയങ്കര കണക്റ്റഡ് ആയി തോന്നുന്നുണ്ട്. അത് ജാപ്പനീസ് സിനിമ മാത്രമല്ല, മുറക്കാമിയുടെ പുസ്തകം വായിക്കുകയാണെങ്കിലും മുറക്കാമിയുടെ നോവൽസ് വായിക്കുകയാണെങ്കിലും എന്തോ നമുക്ക് നമ്മളുടെ കഥ പറച്ചിൽ മാതിരി തന്നെ, നമ്മളുടെയൊക്കെ ജീവിതം മാതിരി തന്നെയാണത് അത് പറയുന്നത്, നമ്മളെയും കൂടെ ബാധിക്കുന്നതാണ് എന്ന് പലപ്പോഴും തോന്നുന്ന രീതിയിലാണ് ജാപ്പനീസ് നോവൽസും സിനിമകളും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് ഈ അടുത്ത് ഞാൻ when I was talking to TD രാമകൃഷ്ണനായിട്ടുള്ള എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ ആസ്കിങ് എന്തുകൊണ്ടാണ്, ഐ ഹവ് നോട്ട് ഗോട്ട് എൻ ആൻസർ, വൈ ഈസ് ഇറ്റ് ദാറ്റ് മലയാളി എന്നുള്ള രീതിയിൽ കണക്റ്റഡ് ആവുന്നുണ്ടോ എന്തെങ്കിലും നമ്മളുടെ, അല്ലെങ്കിൽ ഇന്ത്യൻ എന്നുള്ള രീതിയിൽ നമ്മളുടെ ജീവിത രീതിയും ജാപ്പനീസ് സാധനം. ഞാനിതുവരെ ജപ്പാനിൽ പോയിട്ടില്ല. So I really want to explore why is it that I like Japanese novels and Japanese movies a lot. എന്താണ് നമുക്കൊരു പേഴ്സണൽ കണക്ഷൻ അതിൽ ഉണ്ടാവുന്നത്. സോ വാച്ച് ദ മൂവി ആഫ്റ്റർ ദ സ്റ്റോം. അടുത്ത സിനിമ അഗെയിൻ ഇറ്റ്സ് എ ഓസ്കർ നോമിനേറ്റഡ്. എനിക്ക് തോന്നുന്നത് സ്ക്രീൻ പ്ലേക്കും ആക്ട്രസിനൊക്കെ നോമിനേഷൻസ് ഉണ്ട്. അനോറ എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പം കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ
ട്രെയിലർ ഡിഡ് നോട്ട് റിയലി കാണണം എന്നുള്ളൊരു തോന്നൽ കൂടുതൽ എനിക്ക് തന്നില്ല. ഇറ്റ് ഈസ് എ കോമഡി മൂവി. മാത്രമല്ല അതിന് റോട്ടൻ ടൊമാറ്റോസ് ആണ്, റോട്ടൻ ടൊമാറ്റോസിലാണ് ഞാൻ അധികവും ക്രിട്ടിക്സ് റിവ്യൂ ആൻഡ് ദ ഓഡിയൻസ് റേറ്റിംഗ് നോക്കുക. രണ്ടും ഗംഭീര റേറ്റിംഗ് ആണ് അനോര എന്ന സിനിമയ്ക്ക്. എന്നാലും ഐ ഡിഡ് നോട്ട് സീ ഇറ്റ്. പക്ഷെ പിന്നെ ഓസ്കറിന് ഇത് വന്നപ്പോഴാണ് ഇത് ഓസ്കറിന് വരണമെന്ന് പറഞ്ഞപ്പം അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഒരു ഷോ ആയിട്ട് കിടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഫ്രൈഡേ പോയിട്ട് ഐ വെൻ്റ് ആൻഡ് വാച്ച് ദ മൂവി. ആ ട്രെയിലറിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ആ സിനിമ ഉള്ളത്. ഐ ഡിഡ് നോട്ട് എക്സ്പെക്ട് ദ മൂവി ടു ബി ദാറ്റ് വേ, ബട്ട് ട്രെയിലർ ഇസ് നോട്ട് ഫെയ്ത്ത്ഫുൾ ആൻഡ് ഓണസ്റ്റ് ടു ദ മൂവി എന്ന് എനിക്ക് തോന്നി. മൂവി ഈസ് മച്ച് 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 ബിഗ്ഗർ ഗ്രേറ്റർ ദാൻ വാട്ട് ദ ട്രെയിലർ വുഡ് ടെൽ യു. അതുകൊണ്ട് ട്രെയിലർ കണ്ടിട്ട് അനോര എന്ന സിനിമ എന്താണ് ഇങ്ങനെ ഒരു സിനിമ കാണുന്നതിൽ എന്താണ് അർത്ഥമെന്ന് തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഐ വോണ്ട് ടു ലെറ്റ് യു നോ ദാറ്റ് ഇറ്റ് ഇസ് ക്വൈറ്റ് ഡിഫറെൻറ്റ്. എൻ്റെ എക്സ്പീരിയൻസ് അതാണ്. ഒരു തീം ഞാൻ പറയാം, ആൻഡ് ഐ എം നോട്ട് ഗോയിങ് ടു ഗിവ് യു എ ലോട്ട് ഓഫ് ഡീറ്റെയിൽസ് ഇൻ ടു ഇറ്റ് ബിക്കോസ് ഐ വോണ്ട് യു ടു എൻജോയ് ദ മൂവി. ഒരു സ്ട്രിപ്പ് ക്ലബ്ബിൽ, ന്യൂഡ് ക്ലബ്ബിൽ, അതിപ്പം ഇപ്പം അമേരിക്കയിലുള്ള ആൾക്കാരിൽ വിദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാം ന്യൂഡ് ക്ലബ് എന്ന് പറഞ്ഞാൽ. നമ്മൾ പോകുന്നു, അവിടെ ധാരാളം പെൺകുട്ടികൾ അവിടെ പോൾ ഡാൻസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ നമുക്ക് ഒരു എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് വി ക്യാൻ ഗോ ലാപ്പ് ഡാൻസ് ഉണ്ടാവാം. അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ വേഗസിൽ, റീനോയിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ. അപ്പോൾ ഈ ഗാംബ്ലിങ്ങിന് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ന്യൂയോർക്കിൽ ഇങ്ങനത്തെ ഒരു അഡൽട്ട് ക്ലബ്ബിൽ ജോലി എടുക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആനി എന്ന് പറഞ്ഞിട്ട്. അനോര എന്നാണ് അവരുടെ ശരിക്കും പേര്. അപ്പോൾ അവിടെ ഒരു ദിവസം ഒരു റഷ്യൻ പയ്യൻ വന്നിട്ട്, അവർ പറയും നല്ല പൈസ ഉള്ള റഷ്യൻ പയ്യൻ വന്നിട്ടുണ്ട്, റഷ്യൻ പറയുന്ന ഒരു പെണ്ണുമായിട്ട് സംസാരിക്കണം എന്നുള്ളത്. അങ്ങനെ അവൾ പോകുന്നു. അവൾക്ക് കുറച്ച് റഷ്യൻ അറിയാം. അപ്പം ഇവനൊരു ചെറിയക്കന. അപ്പോൾ ഇവന് എത്ര 21 വയസ്സ്, ബുക്ക് 23 വയസ്സ് കിട്ടിയാണ്. അങ്ങനെ ഈ ചെക്കൻ്റെ കൂടെ, അപ്പോൾ ചെക്കനെ ലാപ്പ് ഡാൻസൊക്കെ കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് ചെക്കനുമായിട്ട് ക്ലോസ് ആവുകയാണ്. അങ്ങനെ ചെക്കനെ വിവാഹം കഴിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ പറയുന്നത് ഈ ട്രെയിലറിലുണ്ട്. സോ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. ട്രെയിലറിൽ ഇതേമാതിരി തന്നെ. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഭയങ്കര ഒരു പൈസക്കാരൻ്റെ മകനാണ്, റഷ്യൻ ആളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഭയങ്കര പ്രശ്നങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ വീട്ടുകാർ സമ്മതിക്കുന്നില്ലേ കല്യാണത്തിന്. പക്ഷേ മൂവി ഒരേ സമയത്ത് കോമിക്കൽ ഇൻസിഡൻസ് ധാരാളമുണ്ട്. അത് ഇവർ രണ്ടുപേരുടെയും മാത്രമല്ല, അല്ലാത്തൊക്കെ. പക്ഷെ അതിനപ്പുറം തന്നെ അങ്ങനെ ജോലി ചെയ്യുന്ന ധാരാളം ആൾക്കാരും അവരുടെ ജീവിതവും അവരുടെ സ്വപ്നങ്ങളും അവരുടെ ഓപ്പർച്യൂണിറ്റീസ്, സാധ്യതകൾ ലൈഫിലുള്ളത് ചൂഷണം ചെയ്യപ്പെടുന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൽ ഐ തിങ്ക് ഇൻ എ വേ ഇൻ വിച്ച് ഐ വുഡൻറ്റ് ഹാവ് ഇമാജിൻഡ്. അതായത് അതിൽ ഈ ലാപ്പ് ഡാൻസ് ആ സ്ഥലങ്ങളിലേക്ക്, ഈ അഡൽട്ട്സ് ക്ലബിലേക്ക് വരുന്ന സമയത്ത് അവിടെ തന്നെ ഇന്ത്യക്കാർക്ക് എടുക്കൊരു കൊട്ടുണ്ട്. അത് നമ്മൾ സ്വതവേ ഇപ്പോൾ ഇവിടെയൊക്കെ വരുന്ന സമയത്ത് ആദ്യമായിട്ട് വേഗസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ മെയിൻ സംഭവം. ഞാൻ കഴിഞ്ഞ 2024 ജനുവരിയിൽ തന്നെ ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് വേഗസ് പോയപ്പം അതിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു ക്ലബ്ബ് പോവുകയും ലാപ്പ് ഡാൻസ് ഒന്നും കിട്ടാത്ത സുഹൃത്തുക്കൾ ചിലവരുണ്ടായിരുന്നു. ആദ്യമായിട്ട് അമേരിക്കയിലേക്ക് വന്ന ചില ആൾക്കാർ. അവരെ കൊണ്ടൊക്കെ നിർബന്ധിച്ച് നമ്മൾ കൊണ്ടുപോയി അവിടെ പോയി. സോ വി സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി there. But anyway, that is part of that whole entertainment culture within Vegas. ഇങ്ങനത്തെ സംഭവങ്ങളോട് ഇഷ്ടമല്ലാത്ത, ഇതൊന്നും ശരിയല്ല, സംസ്കാര പ്രശ്നം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുടെ സിനിമയ്ക്കൊരു പോവും വേണ്ട, ലാപ്പ് ഡാൻസ് ചെയ്യും വേണ്ട, നിങ്ങൾ ആ വഴിക്കേ പോകണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, അതിൻ്റെ ആ സിനിമയിലെ ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് ട്രെയിലറിൽ കാണുന്നില്ല. അപ്പോൾ ട്രെയിലർ അയ്യോ ലാപ്പ് ഡാൻസോ, അമ്മോ അഡൽട്ട് ക്ലബ്ബോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിചാരിക്കുന്ന ആൾക്കാർ ഈ സിനിമ കാണാൻ പോകണ്ട. കാരണം ട്രെയിലറിൽ ചിലപ്പോൾ അതൊന്നും അത്ര ക്ലിയർ ആയിരിക്കില്ല. സോ അതിനെ പറ്റിയിട്ടും ആ ഒരു ഇൻഡസ്ട്രിയിലെ ആൾക്കാരുടെ ജീവിതത്തിനെക്കുറിച്ചും ചൂഷണം ചെയ്യപ്പെടുന്ന ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ I really like that movie because there are some people in that movie, some characters in that movie. ആദ്യം വരുമ്പോൾ കാണുന്ന മാതിരിയല്ല, അത് കഴിയുമ്പോഴേക്കും യു സ്റ്റാർട്ട് ഫൈൻഡിങ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് വാട്ട് ഇറ്റ് ലുക്സ്. ആൾക്കാർ ചിലപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ വളരെ
ക്രൂരനും മോശമൊക്കെ ആയി വരുന്ന സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ നൈർമല്യമുള്ള വളരെ നല്ല മനസ്സുള്ള ആൾക്കാരാവുന്നത്, ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ കാണുന്ന സംഭവം തന്നെയാണ്. സോ ഐ തിങ്ക് ഒരു സർപ്രൈസും ഇല്ല ആ സിനിമയ്ക്ക് ഓസ്കർ നോമിനേഷൻ കിട്ടിയതിന്. അടുത്ത സിനിമ ഓസ്കർ നോമിനേഷൻ ഉള്ള സിനിമയല്ല, അതൊരു ദ റൂം നെക്സ്റ്റ് ഡോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയാണ്. വാട്ട് ആർ യു ഗോയിങ് ത്രൂ ഒരു നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ്. ഇതൊരു ഒരു സ്പാനിഷ് ഡയറക്ടറാണ്, ഇംഗ്ലീഷിലാണ് സിനിമ. ജൂലിയൻ മൂർ ആൻഡ് ടിൽഡ സ്വിൻറ്റൺ, ഇവർ രണ്ടുപേരാണ് വളരെ ക്ലോസ് ഫ്രണ്ട്സായിട്ട്. ജൂലിയൻ മൂർ ഒരു എഴുത്തുകാരിയാണ്. ടിൽഡ സ്വിൻറ്റൺ ഇസ് എ വാർ കറസ്പോണ്ടൻ്റ് ആയിരുന്നു, റൈറ്ററായിരുന്നു. അത് കഴിഞ്ഞ് അവർ കുറേ കാലമായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ജൂലിയൻ മൂർ, ഐ തിങ്ക് ഇറ്റ്സ് ഇൻ ന്യൂയോർക്ക്, ജൂലിയൻ മൂർ ഒരു പുസ്തകം സൈനിങ്ങിന് വേണ്ടി വരികയാണ്. ആൻഡ് വേറൊരു സുഹൃത്തിനെ കാണുകയാണ്. അവർ പറയുകയാണ്, മാർത്ത എന്നുണ്ടല്ലോ ടിൽഡ സ്വിൻറ്റൻ്റെ ക്യാരക്ടർ, മാർത്ത സുഖല്യ, അറിഞ്ഞില്ലേ, മാർത്ത ക്യാൻസറാണ്, ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ് എന്ന് പറയും. അങ്ങനെ ജൂലിയൻ മൂർ മാർത്തേനെ ടിൽഡേനെ കാണാൻ വേണ്ടി പോവുകയാണ്. ആൻഡ് പിന്നെ അവരുടെ ഒരു ബന്ധമാണ് അതിൽ. അവർ ദ കാച്ചിങ് അപ്പ് ആഫ്റ്റർ many years, but they're very close. And towards the last few weeks, days, months of Martha's life, എങ്ങനെ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നു ജൂലിയൻ മൂറിൻ്റെ ക്യാരക്ടർ എന്നുള്ളതാണ് സിനിമേൻ്റെ കണ്ടൻറ്റ്. പക്ഷേ ആ സിനിമ അതേമാതിരി തന്നെ ഇതിന് നല്ല റേറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ കാണുന്നുണ്ടായിരുന്നു, ബിക്കോസ് ബോത്ത് ഓഫ് ദീസ് ആക്ട്രസസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ട്രസസാണ്. ആൻഡ് ഇറ്റ്സ് എ സ്ലോ മൂവി. It's a very deep movie. It is emotional, it's sad, but at the same time it's very profound. ലൈഫിനെ കുറിച്ച്, ഡെത്തിനെ കുറിച്ച് ഒക്കെ തന്നെ, മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് ഒരു സീൻ ഞാനതിൽ പറയാം. അപ്പോൾ ജൂലിയൻ മൂർ ഒരു ജിമ്മിൽ പോവുകയാണ്. അപ്പോൾ ജിം ഇൻസ്ട്രക്ടർ വരും. അപ്പോൾ അവിടെ വെച്ചിട്ട് ജൂലിയൻ മൂർ പറയും, എൻ്റെ സുഹൃത്തിന് സുഖമില്ല. അപ്പോൾ അവരെന്തോ മരണത്തിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇയാൾ ചോദിക്കും എന്താണ് പ്രശ്നം എന്നാണ്. അവർ പറയും, അല്ല അത് എൻ്റെ ഫ്രണ്ട് മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ അയാൾ പറയും, അയാൾ കുറച്ച് നേരം ആകെ ഒന്നും പറയാണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് അയാൾ പറയും, ഐ വിഷ് ഐ കുഡ് ഗിവ് യു എ ഹഗ് എന്ന് പറയും. പക്ഷേ വി ആർ നോട്ട് അലൗഡ് ടു എന്ന് പറയും. കാരണം അപ്പം ഇവർ പറയുന്നുണ്ട്, ശരിയാ, എന്തൊക്കെ കാര്യങ്ങളല്ലേ നമുക്ക് മനുഷ്യന് വളരെ ആവശ്യമുള്ളൊരു സാധനമാണ് കെട്ടിപ്പിടിക്കുക എന്നുള്ളത്. പക്ഷെ കെട്ടിപ്പിടിക്കൽ എന്നുള്ളത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത, ബിക്കോസ് ഓഫ് ഓൾ ദ പ്രോബ്ലംസ് ദാറ്റ് സം പീപ്പിൾ ഹവ് ക്രിയേറ്റഡ്. കാരണം അത് ദുരുപയോഗപ്പെടുത്തുന്ന ആൾക്കാരും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു അന്യോന്യം ഹഗ് ചെയ്യണം, ഒരു നോട്ട് ടു ഫീൽ അലോൺ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇറ്റ്സ് സോ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ നമ്മൾ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്കൊക്കെ പല ആൾക്കാരും ടോട്ടൽ സ്ട്രേഞ്ചേഴ്സിൽ നിന്നും നമ്മൾ പലപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില വാംത്ത്, റൈറ്റ്, നമുക്ക് വേറൊരാൾക്ക്, നമുക്ക് ടോട്ടലി അപരിചിതരായിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു വാംത്ത് ആൻഡ് ലവ്, അതിനെക്കുറിച്ചൊക്കെ ഈ സിനിമയിൽ. ആൻഡ് ദ ഇൻട്രസ്റ്റിംഗ് തിങ് അബൌട്ട് ദ മൂവി ഈസ് ദാറ്റ്, ഞാൻ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളോട് പറയില്ല, ബട്ട് ആസ് ദ മൂവി പ്രോഗ്രസ്സസ് ഇറ്റ് ടേക്സ് എ ടേൺ ദാറ്റ് ഐ നെവർ എക്സ്പെക്റ്റഡ്. And that turn that the movie takes and goes, അത് സിനിമയുടെ അവസാനം it answered some of my questions and it left a lot of questions that I probably explore. അപ്പോൾ ചില സിനിമകൾ അങ്ങനെയാണ്. ചില സിനിമകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ it starts growing inside you. It doesn't leave you. It stays with you with a lot of questions. A lot of questions about life, a lot of questions about death, a lot of questions about morality, rightness, correct, wrong, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളൊക്കെ, ബന്ധങ്ങളെക്കുറിച്ച്, സൗഹൃദങ്ങളെക്കുറിച്ച്, എന്താണ് നമ്മൾ സുഹൃത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി വെരി ഗുഡ് മൂവി. അതിന് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഹാസ് എ ഓസ്കർ നോമിനേഷൻ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡിഡ് നോട്ട് സീ ദാറ്റ്, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ വണ്ടർഫുൾ മൂവി. അപ്പം ചാൻസ് കിട്ടുകയാണെങ്കിൽ കാണാൻ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടാണ്. അടുത്ത സിനിമ അത് ആക്ച്വലി നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹിന്ദി സീരീസാണ്, ബ്ലാക്ക് വാറൻറ്റ് എന്ന് പറഞ്ഞിട്ട്. ഈ 2025 ജനുവരിയിലാണ് റിലീസായിട്ടുള്ളത്.
ഒരു ദ കൺഫെഷൻസ് ഓഫ് എ തിഹാർ ജയിലർ എന്ന് പറ്റിയാണ് ഒരു പുസ്തകമുണ്ട്. ഒരു തിഹാറിലെ ഒരു ജയിലറുടെ കൺഫെഷൻസ്, കുറ്റസമ്മതം. അതാണ് അങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ, നോൺ ഫിക്ഷൻ പുസ്തകത്തിനെ ആസ്പദമാക്കിയിട്ടുള്ളൊരു സിനിമയാണ്. ഇതിൽ കുറച്ച് പ്രത്യേകതകൾ ഈ സിനിമയിൽ. ഒന്ന്, നമ്മുടെ ശശി കപൂറിൻ്റെ മകൻ, കുനാൽ കപൂറിൻ്റെ മകനാണ് ജഹാൻ കപൂർ എന്ന് പറയുന്നത്. ZAHAN ജഹാൻ കപൂർ ഒറ്റയാണ്, അതാണ് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. സോ ദാറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ് ടു സീ ശശി കപൂർസ് ഗ്രാൻഡ് സൺ ഇൻ എ മൂവി. പിന്നെ ഓൾ ദ ക്യാരക്ടേഴ്സ് വിത്തിൻ ദ മൂവി ദെവ് ഡൺ റിയലി വെൽ. ഇപ്പം ഹിന്ദി സീരീസ് ഉണ്ടല്ലോ, ഇപ്പം പാതാൾ ലോകോ അല്ലെങ്കിൽ എനി ഹിന്ദി സീരീസ് ദാറ്റ് യു ഹവ് സീൻ ദാറ്റ് കംസ്, അതൊക്കെ നല്ല രീതിയിൽ എടുത്തിട്ടുള്ള സീരീസുകൾ. അങ്ങനെ തന്നെ അതിൽ തന്നെ ഇടാൻ പറ്റുന്നൊരു സംഭവമാണ് ബ്ലാക്ക് വാറണ്ട്. ബ്ലാക്ക് വാറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഞാനിപ്പോൾ എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. ബ്ലാക്ക് വാറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന വാറണ്ടിനെയാണ് ബ്ലാക്ക് വാറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോൾ ശരിക്കും നടന്ന സംഭവങ്ങളും നടന്ന കുറ്റങ്ങളും അതേമാതിരിയുള്ള ശിക്ഷകളും വധശിക്ഷകൾ നടപ്പിലാക്കുന്നതും ഇതിനെക്കുറിച്ചൊക്കെയാണ് ആ സിനിമയിൽ പറയുന്നത്. ആ ഒരു വ്യക്തി ജയിലറാവുന്ന കാലത്ത് അതിലൊരു ക്യാരക്ടർ നമ്മൾ ചാൾസ് ശോഭരാജാണ്. അപ്പോൾ ശോഭരാജ് അവിടെ ഉണ്ടാകുന്ന സമയത്തും ശോഭരാജുമായിട്ടുള്ള ജയിലറുടെ ഒരു കണക്ഷൻ ഇതൊക്കെ വെച്ചിട്ടാണ്. അനദർ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിസ് മൂവി ഇസ് ദാറ്റ് ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ളത് കോൺഫ്ലുവൻസ് മീഡിയ നടത്തുന്ന ജോസി ജോസഫിനെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. ഡീപ് സ്റ്റേറ്റ് ദ ഫീസ്റ്റ് ഓഫ് വൾച്ചേഴ്സ് എന്നുള്ള പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് കോൺഫ്ലുവൻസ് മീഡിയ. നമ്മളൊരു സുഹൃത്താണ്. അപ്പം അത് ഞാൻ നേരത്തെ അറിയില്ല. ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിൽ കാണുമ്പോഴാണ് ജോസിയുടെയൊക്കെ പേര് കാണുന്നത്. സോ ദെൻ ഒബ്വിയസ്ലി ഐ ഹാഡ് ടു വാച്ച് ദ മൂവി. ആ 8 എപ്പിസോഡൊക്കെ ഉള്ളൂ. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് നമ്മളൊരു തിഹാർ ജയിലിലെ അവിടുത്തെ എങ്ങനെയാണ് ആ പവർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, അതിൽ എത്ര ആൾക്കാർ നീതി നിഷേധിച്ചിട്ട്, അതായത് അവരുടെ ഡേറ്റ് വരാത്തത് കൊണ്ട്, അത് ശിക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇത്ര കാലം ജയിലിൽ കിടന്ന അത്ര കാലം തന്നെ ശിക്ഷ ഉണ്ടാവില്ല. പക്ഷേ ദർ സ്റ്റിൽ ലിവിങ് ഇൻ ദ ജയിൽ ബിക്കോസ് ദർ ഡേറ്റ് ഒന്നും മുന്നോട്ട് നീങ്ങുന്നില്ല. കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാത്തത് കൊണ്ട് ആൾക്കാർക്ക് അവരുടെ ഫ്രീഡം നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ. സോ ഐ തിങ്ക് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ഇഫ് യു ആർ ഇൻ ടു സീരീസ്. ഒരു വീക്കെൻഡിൽ ബിഞ്ച് വാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ എല്ലാ ദിവസവും എന്നുള്ള രീതിയിൽ ഒരാഴ്ച കൊണ്ട് തീർക്കാനോ പറ്റുന്നൊരു സംഭവമാണ് ബ്ലാക്ക് വാറണ്ട്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇനിയും കാണാനിരിക്കുകയാണ്. ചില ഓസ്കർ നോമിനേഷൻ കിട്ടിയിട്ടുള്ള ചില സിനിമകൾ ഞാൻ ഇനിയും ക്യാച്ചപ്പ് ചെയ്യാണ്ട് കുറച്ച് സിനിമകൾ കൂടെ. അപ്പം ഇനി അടുത്ത എപ്പിസോഡിൽ ആ സിനിമകളായിട്ട് വീണ്ടും വരാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആൻഡ് ഇഫ് യു തിങ്ക് ആൾക്കാർക്ക് ഇങ്ങനെ സിനിമകളെ പറ്റിയിട്ട്, നോൺ മലയാളം സിനിമകളെക്കുറിച്ച് മലയാളത്തിൽ നമ്മളെ ഈ റിവ്യൂ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് ഐ വുഡ് റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം. താങ്ക് യു.